നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. തേങ്ങയേക്കാൾ ഡിമാൻഡ് ചിരട്ടയ്ക്ക്. ചിരട്ട വില ഇനിയും കുതിച്ചു കയറും. ചിരട്ടയ്ക്ക് ആവശ്യക്കാർ കൂടി. ചിരട്ട ഉയർന്ന മൂല്യമുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും വില കിലോയ്ക്ക് 35 രൂപയായി ഉയർന്നു. ജലശുദ്ധീകരണം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കയറ്റുമതി എന്നിവയിൽ ഉപയോഗിക്കുന്ന ചിരട്ടക്കരി, സജീവമാക്കിയ കാർബൺ എന്നിവയുടെ ആഗോള ഡിമാൻഡിൽ വൻതോതിൽ വർധനവ് കാരണം ഉപേക്ഷിക്കപ്പെട്ട കാർഷിക മാലിന്യങ്ങൾ വൃത്താകൃതിയിലുള്ള സമ്പദ്വ്യവസ്ഥയ്ക്ക് കറുത്ത സ്വർണമായി മാറിയിരിക്കുന്നു. വിപണിയിലും വിലയിലും ഉണ്ടായ കുതിച്ചുചാട്ടം. റെക്കോർഡ് വിലകൾ. വില കിലോഗ്രാമിന് 35 രൂപ വരെയും എത്തി. ഉപയോഗശൂന്യമായ അടുക്കള മാലിന്യങ്ങൾ, ഷെല്ലുകൾ ഉപേക്ഷിച്ചിരുന്ന കാലത്ത് നിന്ന് ഒരു വലിയ കുതിച്ചുചാട്ടം. കയറ്റുമതി കുതിച്ചുചാട്ടം. ഇന്ത്യയുടെ തേങ്ങാ ചിരട്ടയിൽ നിന്നുള്ള കരി കാർബൺ കയറ്റുമതി വരുമാനം അടുത്തിടെ 4689 കോടിയായി ഉയർന്നു. മുമ്പ് 2800 കോടിയായിരുന്നു. യൂറോപ്പ്, ചൈന, ആഗോള വ്യാവസായിക വിപണികൾ എന്നിവിടങ്ങളിലെ വാങ്ങുന്നവരുടെ എണ്ണമാണ് ഇതിന് പ്രധാന കാരണം. വ്യാവസായിക ഉപയോഗങ്ങൾ. വായു, ജല ഫിൽട്ടറുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രിൻ്റർ, കാർട്രിഡ്ജുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്കുള്ള സജീവമാക്കിയ കാർബൺ നിർമ്മിക്കാൻ സംസ്കരിച്ചെടുത്ത ചിരട്ടകൾക്ക് വലിയ ഡിമാൻഡാണ്. ചിരട്ട ഇപ്പോൾ വെറുതെ കളയൽ. ഇപ്പോൾ വിറ്റാൽ കിട്ടും പൊന്നും വില. തേങ്ങയെ വരെ പിന്നിലാക്കി ചിരട്ടയുടെ വിലയിൽ വൻ കുതിപ്പാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾ വർദ്ധിച്ചതിനാൽ ചിരട്ടയുടെ വില കുതിച്ചുയരുകയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ജലശുദ്ധീകരണം എന്നിവയ്ക്കായി തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും വ്യവസായശാലകളാണ് ചിരട്ടയുടെ പ്രധാന ഉപഭോക്താക്കൾ. എന്നാൽ ചിരട്ട വേർതിരിച്ച് വിറ്റാൽ മാത്രമേ കർഷകർക്ക് ഈ വിലക്കയറ്റത്തിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും വെള്ളം ശുദ്ധീകരിക്കാനുമൊക്കെയാണ് വ്യവസായശാലകളിൽ ചിരട്ട ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ തേങ്ങയ്ക്ക് വില കുറഞ്ഞാലും ചിരട്ടയ്ക്ക് വില കുറയുമെന്ന് പേടിക്കേണ്ട. അപ്പോൾ ചിരട്ട ഉണ്ടെങ്കിൽ വെച്ചിരുന്നാലും ഇനിയും വലിയ വിലയ്ക്ക് വിൽക്കാവുന്നതാണ്.